ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസത്തെ അനാലിസിൻ്റെ സമയത്ത് നമ്മുടെ ഒരു വ്യൂ ആയിരുന്നു, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത്, ഒരു റേഞ്ചിനകത്ത് ട്രേഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി മാർക്കറ്റ് കാണിക്കുന്നുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഫസ്റ്റ് തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, ഒരു റിവേഴ്സിൽ കാണിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, പതുക്കെ ഡൗൺ സൈഡ് വന്നിട്ട് ഒരു ഇന്നത്തെ മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ന് എവിടെയാണ് ഓപ്പൺ ചെയ്ത് ആ ഒരു ലെവൽ വരെ വന്നിട്ട് ശേഷം ഷാർപ്പായിട്ട് റിക്കവർ ചെയ്തു. നമ്മുടെ ഈ ഒരു സോണ് വരേക്ക് മാറിയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു സോണ് വരേക്ക് മാറിയിട്ട് ഷാർപ്പായിട്ട് റിക്കവർ ചെയ്തു. അപ്പം അതിനുശേഷം മാറി എന്ത് ചെയ്തു, പതുക്കെ സൈഡ് വൈസ് തീരുകയാണ് ചെയ്തത്. അപ്പോൾ ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്നൊരു ഇൻസൈഡ് ക്യാൻഡിലായിട്ടാണ് ഫോം ചെയ്തത്, ഒരു ഡോജി എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ നാളെ മാർക്കറ്റിൽ ഏത് ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻസൈഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ അപ്സൈഡ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മേൽഭാഗത്തേക്കോ, അതല്ല എന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് ട്രേഡുകളോ പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ഓവറോൾ ട്രെൻഡ് ബിയറിച്ച് ആണ് എന്നുള്ളതും, മാർക്കറ്റ് ഇപ്പം ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഏലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് താഴേക്കുള്ള ട്രേഡുകളായിരിക്കും ഒന്നും കൂടെ ഫോക്കസ് ചെയ്യാൻ നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ 23,133 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,058 വരേക്ക് മാർക്കറ്റ് എന്ത് ചെയ്യാം, താഴെ വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി നാളെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് മേലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവല്, ഇപ്പോൾ നിൽക്കുന്ന ലെവൽ ബ്രേക്ക് ഔട്ട് 23,269 മുകളിൽ മാർക്കറ്റ് വരാതെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പുതിയ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു ലെവലിന് മുകളിൽ പോയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് വെക്കാൻ പോകുന്നതും 23,374. അത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയക്കാണ് നമ്മൾ ടാർഗറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് നിഫ്റ്റിയിലുള്ള നാളേക്കുള്ള നമ്മുടെ ട്രേഡ് എന്ന് പറയുന്നത്. ഇനി ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് നന്നായിട്ട് മൂവ്മെൻറ്റ് കാണിച്ചതൊന്ന് നിഫ്റ്റി ബാങ്ക് ആയിരുന്നു. നിഫ്റ്റി ബാങ്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു. ശേഷം ഒരു 11 മണിക്ക് ശേഷം എന്ത് ചെയ്തു, ചെറിയ റിവേഴ്സിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു, മാർക്കറ്റ് പുതിയ ഉയരങ്ങളിൽ എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ത് ചെയ്യണം, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നിഫ്റ്റി ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇതൊരു ഫസ്റ്റത്തെ ഫുൾ ബാക്ക് ആണോ അതോ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഇപ്പം ഉണ്ടാക്കിയ ലെവലിൽ നിന്ന് താഴേക്ക് മാർക്കറ്റ് വരണം എന്നുള്ളതാണ്. ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴേക്ക് വരണം. അപ്പോൾ ഈ ഒരു ലോ 48,391 എന്നുള്ള ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്ത് തുടങ്ങാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാം. ഇതിനിടയ്ക്കുള്ള ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യാനും ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ 48,395 താഴെ നമുക്ക് ഡൗൺ സൈഡ്, അതല്ലെങ്കിൽ 49,061 മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അപ്പ് സൈഡ് ട്രേഡ്. ഇതാണ് നാളെ നമ്മൾ നിഫ്റ്റി ബാങ്കിൽ ചെയ്യുന്ന പ്ലാനുകൾ. ഇനി വലിയ ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അതേപോലെ വലിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക നിഫ്റ്റി ബാങ്കിൽ. ഇതൊക്കെയാണ് നാളേക്ക് നമ്മുടെ നിഫ്റ്റി ബാങ്കിലെ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സെൻസെക്സിൻ്റെ മൂവ്മെൻറ്റുകൾ നോക്കാം. സെൻസെക്സ് രാവിലെ നിഫ്റ്റി ഏതാണോ മൂവ് ചെയ്തത് അതേ ലെവലിലാണ് ഇന്ന് ഇത് ചെയ്തിട്ടുള്ളത്. സെൻസെക്സും ഏകദേശം മൂവ് ചെയ്തുള്ളത്. ഇന്ന് സെൻസെക്സിന് എക്സ്പയറിയുടെ ആയിരുന്നു, കാര്യമായിട്ട് മൂവ്മെൻറ്റുകളൊന്നും കിട്ടിയിട്ടില്ല. നമുക്കും ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് മേലേക്ക് ആയ സമയത്ത് നമ്മൾ ഇവിടുന്ന് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ ഈ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് ഈ ഒരു ട്രേഡ് പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ താഴെ വരുന്ന കണ്ടപ്പോഴാണ് നമ്മൾ ചെയ്തത് അപ്സൈഡ് ട്രേഡ് പോകുമെന്നുള്ളതും, ഈ സപ്പോർട്ട് വരെ റെസിസ്റ്റൻസ് വരെയൊക്കെ പോയിട്ട് ഇവിടുന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് വരാമെന്നുള്ള വ്യൂവിൽ നമ്മൾ ട്രേഡ് എടുത്തത്. അപ്പോൾ ഈ ഒരു ട്രേഡ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. പിന്നീട് മാർക്കറ്റ് പത്ത് സൈഡ് വെച്ച് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി സെൻസെക്സിലാണെങ്കിലും നാളെ എന്ത് ചെയ്യണം, ഈ ഒരു ലെവൽ, ഈ ഒരു സോൺ 77,000 എന്നുള്ള സോൺ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കോൾ സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഡൗൺ സൈഡ് ആണെങ്കിൽ ഡേയിലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡൗൺ സൈഡ് ട്രേഡുകളും പ്ലാൻ ചെയ്യാം. ഇതിനിടയിൽ നമ്മൾ ഒരു ട്രേഡും പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളേക്ക് നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അതേപോലെ സെൻസെക്സിൻ്റെയും മാർക്കറ്റിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.